നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. വീണ്ടെടുപ്പ് എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്രതാപിയും ധൂർത്തനുമായ ഭർത്താവിൻ്റെ അനാസ്ഥ കൊണ്ട് തറവാട് സ്വത്ത് മുഴുവൻ ഒലിച്ചു പോകുന്നത് കണ്ട് പകച്ചു നിന്ന ഭാര്യ സ്വയം ശക്തി പ്രാപിച്ച് ഭർത്താവിനെ മറുത്ത് മുന്നോട്ടിറങ്ങി കുടുംബത്തിൻ്റെ ബിസിനസ്സും സ്വത്തുക്കളും വീണ്ടെടുക്കുന്ന ഒരപൂർവ കാൽവയ്പിൻ്റെ കഥയാണിത്. കഥയിലേക്ക് പോകാം. ജീവിതചക്രം തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പലപ്പോഴും മാറുന്നു. ഒരു കുടുംബത്തിൻ്റെ തന്നെ പല തലമുറകളെ ഒരുമിച്ച് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും. ഓരോ തലമുറയും അവരവരുടെ കടമ നിർവഹിച്ചാൽ മാത്രമേ ആ ചക്രം അവിരാമം തുടരുകയുള്ളൂ. ഏതെങ്കിലും ഒരു തലമുറ പിടിവിട്ടാൽ അതിൻ്റെ ഫലം തൊട്ടടുത്ത തലമുറയെ കൂടി ബാധിക്കും. വളരെ ചുരുക്കം ചിലർ ജനിക്കുന്നത് തന്നെ പൂമത്തയിലായിരിക്കും. അവരും ജീവിതം ക്രമീകരിച്ചില്ലെങ്കിൽ അടുത്ത തലമുറകൾ നിരാശരാകേണ്ടി വരും. ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് പോലും ആ കരുതൽ ചിലപ്പോൾ അനിവാര്യമായി മാറുന്നു. ചുരുക്കം പറഞ്ഞാൽ ജീവിതത്തിൽ ഓരോരുത്തരും അവനവൻ്റെ ചുമതല കൃത്യമായി നിറവേറ്റണമെന്ന് സാരം. ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ആറാട്ടുപുഴയിലെ ചിറക്കൽ തറവാട്ടിൽ ഏക്കർ കണക്കിന് പാടവും തെങ്ങിൻ തോപ്പുകളും ബിസിനസ്സുമൊക്കെ ആയി ജീവിച്ചിരുന്ന അവറാച്ചൻ മുതലാളിയുടെ 10 മക്കളിൽ ഏറ്റവും ഇളയതായി ജനിച്ച ഒറ്റ ആൺതരിയായിരുന്നു കുഞ്ഞുതോമ. അവറാച്ചൻ മുതലാളി വളരെ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ പെൺമക്കളെ നല്ല നിലയിൽ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞിട്ടും അനങ്ങിയിട്ടില്ല. നോക്കത്താ ദൂരത്ത് ഉഴുതുമറിക്കുന്ന വയലുകളും ഒരറ്റത്തു നിന്ന് തെങ്ങ് കയറ്റി അങ്ങേയറ്റം എത്തുമ്പോൾ ആദ്യം കയറ്റിയ പറമ്പ് തെങ്ങ് കയറ്റത്തിന് സജ്ജമാകുന്ന തെങ്ങിൻ പറമ്പുകളും മുതലാളിയുടെ മടിയിലെ ഭാരം പിന്നെയും പിന്നെയും കൂട്ടിക്കൊണ്ടേയിരുന്നു. കെട്ടിച്ചു വിട്ട പെൺമക്കളെ ക്രിസ്തുമസിനും ഈസ്റ്ററിനും പള്ളിപ്പെരുന്നാളിനും ഒക്കെ മുതലാളി കുതിരവണ്ടി അയച്ച് തറവാട്ടിൽ കൂട്ടിക്കൊണ്ടുവരും. പെൺമക്കൾക്ക് 3-4 മക്കൾ വീതമായി. എല്ലാവരും കൂടി വരുമ്പോൾ ഒരു മേളമാണ്. മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പം വളരെ സന്തോഷത്തോടെ വല്യപ്പാപ്പൻ പെരുന്നാളുകൾ ആഘോഷിക്കും. അതാണ് മുതലാളിയുടെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം. പെങ്ങന്മാരേക്കാൾ വളരെ പ്രായം കുറവായിരുന്നു കുഞ്ഞുതോമായിക്ക്. അതുകൊണ്ട് അവനെ കൊച്ചുമക്കൾക്ക് ഒപ്പമാണ് മുതലാളി കണ്ടിരുന്നത്. ഓരോ പെരുന്നാൾ കഴിഞ്ഞ് മക്കൾ ഓരോരുത്തരായി പിരിയുമ്പോഴും വല്യപ്പാപ്പൻ ചാരുകസേരയിൽ ഇരുന്ന് മക്കൾക്കും കൊച്ചുമക്കൾക്കും പണക്കിഴിയിൽ നിന്ന് നോട്ടുകളും നാണയങ്ങളും കൊടുക്കാൻ തുടങ്ങും. നിരനിരയായി ഓരോരുത്തരും അപ്പൻ്റെ അടുത്ത് വരും. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ വല്യപ്പാപ്പൻ മുതലാളി ആ പണക്കിഴിയിൽ നിന്ന് ബാക്കി വരുന്ന കാശ് മുന്നിലുള്ളവരുടെ ഇടയിലേക്ക് വാരിയെറിയും. അത് എടുക്കാൻ കൊച്ചുമക്കൾ വാശിയോടോടിക്കളിക്കും. ഇതുമൊക്കെ നോക്കി ത്രേസ്യാമ്മ ചേച്ചി ചിരിച്ചുകൊണ്ട് പൂമുഖപ്പടിയിൽ ചാരി നിൽക്കും. അതായിരുന്നു ചിറക്കൽ മുതലാളിയുടെ തറവാട്ടിലെ ഒരു ആഘോഷ രീതി. അങ്ങനെ ജീവിതം ആഘോഷപൂർവ്വം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് പെട്ടെന്നൊരു ദിവസം മുതലാളി കുഴഞ്ഞു വീണത്. വെറും മോഹാലസ്യമാണെന്ന് കരുതിയെങ്കിലും മുതലാളി പിന്നെ ഉണർന്നില്ല. അതോടെ ഇളയ മകൻ കൊച്ചുതോമ തറവാട്ടിലെ എല്ലാ സ്വത്തിനും അവകാശിയായി മാറി. ചിന്താശക്തിയും പക്വതയും ഇല്ലാത്ത ആ പ്രായത്തിൽ ബിസിനസ് ഏറ്റെടുത്ത കുഞ്ഞുതോമായ്ക്ക് കടയിൽ പോയി കണക്ക് നോക്കാനും ജോലിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാനും ഒന്നുമുള്ള വശമില്ലെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ തെളിഞ്ഞു. മാത്രമല്ല ജീവിതത്തെ ഗൗരവത്തോടെയും ചിട്ടയോടെയും കൊണ്ടുപോകാനുള്ള ക്ഷമയുമില്ല. കുഞ്ഞുതോമയുടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കൂട്ടുകാർ ഈച്ച ചക്കപ്പഴത്തിൽ പൊതിയുന്നത് പോലെ ചുറ്റും കൂടാൻ തുടങ്ങി. ജീവിതം ആഘോഷമാക്കാനുള്ളതും പൊങ്ങച്ചം കാട്ടാനുള്ളതും ആണെന്ന് അയാൾ വിചാരിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. പെങ്ങന്മാരോ അമ്മ ത്രേസ്യാമ്മച്ചിയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെൺവിഷയങ്ങൾ കൂടി തുടങ്ങിയപ്പോൾ വീട്ടുകാർ കുഞ്ഞുതോമയെ പിടിച്ച് ഒരു പെണ്ണ് കെട്ടിച്ചു. പക്ഷേ ഒന്നിനും മാറ്റമുണ്ടായില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളായതേ ഉള്ളൂ. കുഞ്ഞുതോമ തന്നിഷ്ടത്തിന് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. ഒരിക്കൽ കുഞ്ഞുതോമയെ ഭാര്യയുടെ വീട്ടിൽ വരാതായി. കുഞ്ഞുതോമ ഭാര്യ ചിന്നക്കുട്ടിക്ക് ഭയമായിരുന്നു. കള്ളുമോന്തിയും മുന്തിയ മദ്യം കഴിച്ചും 4 കാലിൽ കയറി വരുന്ന ചിന്നക്കുട്ടിക്ക് പേടിച്ച് പിള്ളേരെയും കൊണ്ട് ത്രേസ്യാമ്മച്ചിയുടെ മുറിയിൽ പോയി കിടക്കുക പതിവായി. ഭാര്യയെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കാനോ കുട്ടികളെ സ്നേഹിക്കാനോ അവരെ പഠിപ്പിക്കാനോ നന്നായി വളർത്താനോ ഒന്നും കുഞ്ഞുതോമ മെനക്കെടാറില്ല.
അപ്പനുണ്ടാക്കിയ സ്വത്തുക്കൾ ഓരോന്നോരോന്ന് വിറ്റ് വിറ്റ് പുതിയ ബിസിനസ്സുകൾ തുടങ്ങി. അതെല്ലാം നഷ്ടത്തിലാകുമ്പോൾ അതൊക്കെ അടച്ചുപൂട്ടും. മരിക്കുന്നതുവരെ ത്രേസ്യാമ്മച്ചി ചിന്നക്കുട്ടിയെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരുന്നു. ഒരു ഭാര്യയുടെ അവകാശവും അധികാരവും ചിന്നക്കുട്ടിയെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുമിരുന്നു. മാനസികമായി അവളെ ബലപ്പെടുത്തി. കുടുംബങ്ങൾ തകരുന്നത് കണ്ട് നിലവിളിച്ച് കരയുകയല്ല വേണ്ടത്, അവസരങ്ങൾക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കുന്നതിലാണ് ഒരു സ്ത്രീയുടെ ശക്തിയും ബലവും എന്ന് അവർ ഉപദേശിച്ചു. അങ്ങനെ ത്രേസ്യാമ്മച്ചിയിൽ നിന്ന് കിട്ടിയ ധൈര്യം സംഭരിച്ച് ചിന്നക്കുട്ടി മൂത്ത മകൻ ആൻ്റണിയെയും കൂട്ടി ഓരോ കടകളിലും പോയി. മകനെ പിടിച്ചുകൊണ്ട് ഇനി ഇവനാണ് ഇതിൻ്റെയൊക്കെ അധികാരി എന്ന് ഉറക്കെ ഓരോരുത്തരോടുമായി പറഞ്ഞു. ചീട്ടും കളിച്ചുകൊണ്ട് കടത്തിണ്ണിയിൽ ഇരിക്കുന്ന ജോലിക്കാരെ കണ്ണുപൊട്ടും വിധം വഴക്കു തുടങ്ങി. അവരുടെ കയ്യിൽ നിന്നും കടകളുടെ താക്കോൽ പിടിച്ചു വാങ്ങി. കച്ചവടം ചെയ്ത് കിട്ടിയ പണപ്പെട്ടി എടുത്തുകൊണ്ടുപോയി. കട തുറക്കാൻ രാവിലെ വീട്ടിൽ വന്ന് താക്കോൽ വാങ്ങാൻ ഏർപ്പാട് ചെയ്തു. കണക്കുകൾ കൃത്യമായി തരണമെന്ന് കർശന നിർദ്ദേശവും കൊടുത്തു. അരുതാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്കാരെയൊക്കെ പിരിച്ചുവിട്ടു. കൃഷി ഇറക്കാതിരുന്ന പാടത്ത് പണിക്കാരെ വെച്ച് കൃഷി ഇറക്കി എന്ന് വേണ്ട. പതുക്കെ പതുക്കെ ചിന്നക്കുട്ടി ഭരണം ഏറ്റെടുത്തു. ഇളയവൻ ചെറുതാണെങ്കിലും അവനും അമ്മയ്ക്കൊപ്പം എല്ലായിടത്തും കൂട്ടുപോയി. ചുറ്റുപാടുകൾ എല്ലാം വരുതിയിൽ വരുത്താൻ അവനും കട്ടയ്ക്ക് അമ്മയ്ക്കൊപ്പം നിന്നു. ജീവിതം സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും സമ്മിശ്രമാണെന്ന് ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിച്ചു വെക്കണമെന്ന് ചിന്നക്കുട്ടി മക്കളോട് ഉപദേശിച്ചു. എന്നാൽ മാത്രമേ ഒരാൾക്ക് ജീവിതത്തെ നിസ്സംഗതയോട് നോക്കിക്കാണാൻ സാധിക്കൂ. ജീവിതം സദാ പൂമത്തെ പോലെ മൃദുവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആ തെറ്റിദ്ധാരണയാണ് നമ്മെ നിരാശരാക്കുന്നത് എന്നും അവർ മക്കൾക്ക് ഉപദേശിച്ചു. ലഹരിയിൽ ആർമാദിച്ചു കൊണ്ടിരുന്ന കുഞ്ഞുതോമയ്ക്ക് ആദ്യം കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. സ്വബോധം തിരിച്ചു വന്നപ്പോൾ കുഞ്ഞുതോമ ഒരുപാട് പരിശ്രമിച്ചു നോക്കി. പക്ഷേ ചിന്നക്കുട്ടിയെ പിടിച്ചു നിർത്താൻ അയാൾക്കായില്ല. ചങ്കും കൂമ്പും രോഗത്താൽ താറുമാറായ കുഞ്ഞുതോമ വീട്ടിൽ നിന്ന് പിന്നെയും പുറത്തേക്ക് ഇറങ്ങാതായി. അതോടെ ചക്കപ്പഴത്തിൽ പൊതിഞ്ഞിരുന്ന കൂട്ടുകാരുടെ പൊടി പോലും കാണാനില്ല. രോഗവിവരം തിരക്കാൻ പോലും ആരും വന്നില്ല. ചിലപ്പോൾ ചിന്നക്കുട്ടിയെ പേടിച്ചിട്ടുമാകാം. ചിന്നക്കുട്ടിയും മക്കളും കുഞ്ഞുതോമയെ ഡോക്ടറെ കാണിച്ചു. അദ്ദേഹം കൊടുത്ത മരുന്നുകളും കഴിച്ച് കുഞ്ഞുതോമ ഇപ്പോൾ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. കൈവിട്ടുപോയ തറവാട് സ്വത്ത് ഒരു പരിധിവരെയെങ്കിലും തിരിച്ചു പിടിക്കാനായതിൽ ചിന്നക്കുട്ടി സമാധാനിച്ചു. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഭർത്താവ് കുഞ്ഞുതോമ ഇപ്പോഴെങ്കിലും തൻ്റെ തെറ്റ് തിരുത്തിയതിൽ മക്കളും ഭാര്യയും മനസ്സാ സന്തോഷിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തുക. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.